ഹലോ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്ന് മടി പിടിച്ചൊരു ദിവസമാണ്. അപ്പോൾ നമ്മൾ അധികം ഇതൊന്നും ഇല്ലാണ്ട് മടി പിടിച്ചൊരു ചിക്കൻ കറിയായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതേ നമ്മൾ സ്റ്റൗവിലേക്ക് ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, തക്കോലം, ബേ ലീഫിൻ്റെ ഒരു പീസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചിയാണ്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും 3 സവാള അരിഞ്ഞതും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് വഴന്ന് വരുമ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് പച്ച മണം മാറി നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ 2 ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതുകൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അത് ഏകദേശം ഒന്ന് വഴന്നൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മല്ലിപ്പൊടി, മുളക് പൊടി. ഇതൊക്കെ നമ്മളുടെ ആവശ്യത്തിന് എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനപ്പോൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചിക്കൻ മസാലയാണ്. അതുകൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളിത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനൊരു ചിക്കൻ വാങ്ങിച്ചതിൻ്റെ ഹാഫ് പോർഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്തിട്ട് മസാലയായിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മസാലയൊക്കെ നന്നായിട്ടൊന്ന് പൊതിഞ്ഞു വരട്ടെ. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. കുക്കറിൽ വെക്കുമ്പോൾ എന്തായാലും വെള്ളം അത്യാവശ്യം ഉണ്ടാവും. അപ്പോൾ ഇതിൽ ആവശ്യമുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിനി അടച്ച് വെച്ച് ഒരേ ഒരു വിസിൽ അത് വരണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതേ വിസിൽ വന്നിട്ടുണ്ട്. നമ്മളുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുരുമുളക് പൊടിയാണ്. അപ്പം ഞാനിതിൽ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നില്ല. കുരുമുളക് പൊടി നമ്മൾ ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു. കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് തുറന്ന് നോക്കുമ്പോൾ നല്ല കുരുമുളകിൻ്റെ സ്മെല്ലും കറിവേപ്പിലയുടെയും മസാലയുടെയൊക്കെ അടിപൊളി സ്മെല്ലാണ്. അപ്പോൾ നമ്മളുടെ മടി പിടിച്ച ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായാൽ എല്ലാവരും മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.